ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും റിവേഴ്സ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ ഈ ഒരു സ്ക്രാച്ച് നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും നോക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ഫില്ലറും കഴിഞ്ഞ് ബോഡി വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് നമ്മുടെ സ്ക്രാച്ച് റിമൂവർ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു സംഭവം റെഡിയാക്കാൻ പറ്റില്ല. അത് നമുക്ക് ഫില്ലറൊക്കെ ഉപയോഗിച്ചിട്ട് സെറ്റാക്കി എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഈ കാണുന്ന ഈ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലായ റൂവൈസ് വ്ലോഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നൈസായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വണ്ടിയുടെ സ്ക്രാച്ച് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ വാങ്ങിച്ച പ്രോഡക്റ്റാണ് മോട്ടോമാക്സിൻ്റെ 2K റബ്ബിംഗ് കോമ്പൗണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അടിയിൽ എഴുതി വെച്ച് കാണാം, റിമൂവ് സ്ക്രാച്ച് പെയിൻറ്റ് ഡിഫക്റ്റ് ഓക്സിഡേഷൻ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു 2K റബ്ബിംഗ് കോമ്പൗണ്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 100 ഗ്രാമാണ്. അപ്പോൾ ഈ ഒരു 100 ഗ്രാമിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് മാർക്കറ്റിൽ 60 രൂപയാണ്. ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിളുമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വണ്ടി സ്ക്രാച്ച് റിമൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ആ ഒരു റബ്ബിംഗ് കോമ്പൗണ്ട് നിങ്ങൾ ആ സ്ക്രാച്ച് ഏത് ഭാഗത്താണ് ആ ഒരു ഭാഗത്ത് നമ്മൾ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ നേരത്തെ ഇതിനെക്കാട്ടും നല്ല സ്ക്രാച്ച് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ആ ഒരു വീഡിയോ ഡിലീറ്റ് ആയി പോയതുകൊണ്ടാണ് നമ്മൾ പിന്നെ രണ്ടാമത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ട്രൈയിൽ കുറച്ച് പോയിട്ടുണ്ടായിരുന്നു, പിന്നെ രണ്ടാമത്തെ ഒരു റബ്ബ് ചെയ്യാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേമാതിരി നിങ്ങളെ സ്ക്രാച്ച് എവിടെയാണുള്ളത് ആ ഒരു ലൈനിൽ കറക്റ്റായിട്ട് ആഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സർക്കുലർ മോഷനിൽ നിങ്ങൾ ഇതേപോലെ സർക്കുലർ മോഷനിൽ നിങ്ങൾ റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റും, നേരത്തെ ആ ഒരു ഇതിൽ നിങ്ങൾക്ക് ആ ഫോട്ടോയിൽ കാണാൻ പറ്റും, ആ ഒരു റേഞ്ചിൽ തന്നെ എൻ്റെ സ്ക്രാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്ക്രാച്ചിൽ നിന്ന് ഇത്രത്തോളം നല്ല വൃത്തിയായിട്ട് തന്നെ ഈ ഒരു സംഭവം നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും റിമൂവ് ആവുന്നുണ്ട് സ്ക്രാച്ച്. കണ്ടില്ലേ, ആ ഒരു സെൻറ്ററത്തെ ആ ഒരു സംഭവം മാത്രം ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ക്രാച്ചസൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു റബ്ബിംഗ് കോമ്പൗണ്ട് ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും. പിന്നെ അതിന് ശേഷം ഞാൻ വണ്ടി ഫുള്ളായിട്ട് തന്നെ പോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള ആ ഒരു നീളത്തിലുള്ള ആ സ്ക്രാച്ചസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സർക്കുലർ മോഷനിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ അതിന് മൈക്രോ ഫൈബർ ക്ലോത്താണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ സ്ക്രാച്ച് പോയ ആ ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ സർക്കുലർ മോഷനിൽ നിങ്ങളൊരു മൈക്രോ ഫൈബർ ക്ലോത്ത് ഉണ്ടെങ്കിൽ ആ ഒരു ക്ലോത്ത് ഉപയോഗിച്ച് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഹാൻഡ്സ്, അതായത് നിങ്ങളുടെ ഹാൻഡ്, അതായത് ഫിംഗർ ടിപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് സർക്കുലർ മോഷനിൽ റബ്ബ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 1 മിനിറ്റ് നിങ്ങൾ ആ ഒരു സംഭവം റെസ്റ്റ് ചെയ്യാനായിട്ട് വിടുക. അതിനുശേഷം ഒരു നല്ലൊരു സ്മൂത്തായിട്ടുള്ളൊരു തുണി കൊണ്ട് നിങ്ങൾ ആ ഒരു സംഭവം വൈപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ റിമൂവ് ആയി കിട്ടും. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ ദൂരെ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഫിംഗർ ടിപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ലപോലെ റബ്ബ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നേരത്തെ ഉള്ളതിനേക്കാളും സ്മൂത്തായിട്ട് ആ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിക്ക് ഇതുപോലുള്ള സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ സ്ക്രാച്ചസൊക്കെ റിമൂവ് ചെയ്ത് കളയാൻ പറ്റുന്നതാണ്. പിന്നെ അവസാനമായിട്ട് നിങ്ങൾ ആ ഒരു റബ്ബിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നല്ലൊരു ക്ലോത്തും കൊണ്ട് നിങ്ങൾ ആ ഒരു ഭാഗത്ത് നല്ല പോലെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ആ ഒരു ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല തെളിഞ്ഞ് പോലെ തന്നെ, അതായത് സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ പോയി നല്ല ഒരു പഴയ ഷൈനിങ്ങോട് കൂടി തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കനും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ റുവൈസ്, സൈനിങ് ഓഫ് ഫ്രം റുവൈസ് വ്ലോഗ്.